ഇങ്ങനെ വെച്ചാൽ മതിയോ? എങ്ങനെ വെക്കണ്ടേ? തിരിച്ചു കാര്യം കൊണ്ട് മുട്ടും അത് വേണ്ട. സന്തോഷമായോ? സന്തോഷമായി. പിന്നെ സന്തോഷമായോ? മറ്റേ കസാര ഉള്ളത് വേണം തന്നെ ഇല്ലേലും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇത് ഇതായിരിക്കും. ഇനിയിപ്പോ മറ്റേ വരുമ്പോഴത്തേനും നമുക്കത് സെറ്റ് ആക്കാൻ പറ്റും. നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒളശ റെജിമോന്റെ വീട്ടിലാണ്. റെജിമോൻ കഴിഞ്ഞ ദിവസം ഒരു വീൽ ചെയർ വേണം എന്ന് ഞങ്ങളോട് ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. അതിന്റെ ആവശ്യം അനുസരിച്ച് ഞങ്ങൾ ഫേസ്ബുക്കിൽ ആ വീൽ ചെയർ വേണമെന്നുള്ള ഒരു പോസ്റ്റ് കൊടുത്തിരുന്നു. പ്രവാസി സുഹൃത്ത് സഹായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ വീൽ ചെയറുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ റെജിമോനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഈ പെണ്ണാക്കുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് റെജിമോൻ. ഒളശയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ആവശ്യമായിരുന്നു ഒരു വീൽ ചെയർ വേണമെന്ന്. ആരോ ഒരാൾ ഇവിടെ ഒരു വീൽ ചെയർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. കാരണം ഈ അടി തുടിഞ്ഞു കിടക്കുന്ന വീൽ ചെയർ ഒന്നും അദ്ദേഹത്തിന് പറ്റത്തില്ല. അപ്പം അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കസേര വെച്ച ഒരു വീൽ ചെയർ ആയിരുന്നു. പക്ഷെ ആ കസേര വെച്ച വീൽ ചെയർ നമ്മൾ പണിയാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം നമുക്ക് ഇദ്ദേഹത്തിന് കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു വീൽ ചെയർ ഉണ്ട്. അപ്പോൾ അത് ഷീറ്റ് ഫോൾഡ് ചെയ്യാവുന്ന സൈസ് നമ്മളൊരു വീൽ ചെയർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുരിതപൂർണമായൊരു ജീവിതമാണ്. വളരെ ചെറുപ്പത്തിൽ ജന്മനാ തന്നെ 2 കാലുകളും ഒരു കൈക്ക് മാത്രമേ സ്വാധീനമുള്ളൂ. 2 കാലുകളും ഇതുപോലെ തന്നെ തളർച്ച ബാധിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ അമ്മ 10 വർഷം അടുത്തായിട്ട് അമ്മ സ്ട്രോക്ക് വന്ന് കിടക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ 3 വർഷമായിട്ട് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വൈഫ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു. വളരെ സങ്കടം നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഈ ഒരു കുടുംബം കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും നിർവചിക്കാനാകാത്ത ദുഃഖങ്ങൾ ഒത്തിരി ഈ ഒരു കുടുംബത്തിലുണ്ട്. നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും നവജ്യോതി ഈ റെജിമോന്റെ ആഗ്രഹം പോലെ തന്നെ ഒരു വീൽ ചെയർ ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം അവർക്ക് വീട്ടിലേക്ക് ഒരു 10 ദിവസത്തേക്കുള്ള വീട്ടു സാധനങ്ങളും പിന്നെ ചെറിയൊരു ഫണ്ടും നവജ്യോതിയുടെ ഏൽപ്പിക്കുന്നുണ്ട്. എന്തായാലും അപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു ചെറിയ സഹായം ഞങ്ങളിവിടെ റെജി ഏൽപ്പിക്കുന്നുണ്ട്. സഹായിക്കാൻ റെജിമോനെ കുടുംബത്തെ. കാരണം ഒരുപാട് സുമനസ്സുകളുടെ സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവരുടെ ഈ ഉപജീവനം കഴിഞ്ഞു പോകുന്നത്. കാരണം സാഹചര്യം നമുക്കറിയാം. ഒരു ലോട്ടറി തട്ട് ഇട്ട് കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ചില സമയങ്ങളിൽ കിറി കോടി പോകുന്ന എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ, ഒരു അസൗകര്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഒരു കാര്യം മുമ്പോട്ടെടുക്കാൻ പറ്റുള്ളൂ. ജോലിയാണെങ്കിലും എന്താണെങ്കിലും അദ്ദേഹത്തിന് എന്തായാലും അത് കഴിയത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം അദ്ദേഹത്തിന് പറ്റത്തില്ല. കാരണം വേറൊരാളുടെ സഹായം ഉറപ്പായിട്ടും വേണം. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഒരു ചെറിയ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം.